പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ജയിക്കുമെന്ന് തന്നെയാണ് ബി ഉറച്ചു വിശ്വസിക്കുന്നത്. ബിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നിയമവും കഴക്കൂട്ടും ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളൊക്കെ തന്നെ വലിയ കരുത്താർജിക്കുന്നതിന് മുമ്പ് തന്നെ ബിയുടെ വോട്ടിന്റെ കണക്കിൽ നേരത്തെ തന്നെ വളരെ ശക്തിയുള്ള മണ്ഡലമാണ്. രാജഗോപാലിനെ പോലെയുള്ള പ്രമുഖരൊക്കെ തന്നെ നല്ല വോട്ട് സമാഹരിച്ച മണ്ഡലമാണ് പാലക്കാട്. ഇപ്പോൾ ബിജെപിക്ക് വളരെ വിജയപ്രതീക്ഷ ഉള്ളൊരു മണ്ഡലമായിട്ട് പാലക്കാട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തലേ ദിവസം നടന്ന വിവാദമായ സംഭവങ്ങളൊക്കെ തന്നെ പാലക്കാടിനെ വലിയൊരു ചർച്ചാ വിഷയമാക്കി മാറ്റിയിരുന്നു. ശോഭാ സുരേന്ദ്രൻ വോട്ടിന് പണം നൽകി എന്നുള്ളൊരു ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തിയത്. അതിനെ ചില വീഡിയോ ഒക്കെ അവർ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ചില മാധ്യമ പ്രവർത്തകരൊക്കെ കോൺഗ്രസിന് അനുകൂലമായി പ്രവർത്തിച്ചു എന്നാണ് ബിജെപിയുടെ ആരോപണം. ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ പരാതി ഉണ്ടായി. പക്ഷെ അതിനൊക്കെ അവർ കൗണ്ടറായിട്ടുള്ള ആർഗ്യുമെന്റും അവർ നിർത്തി. അവർ പറയുന്നത് പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾക്ക് വോട്ടിന് പണം കൊടുത്തോ എന്നുള്ളതല്ല അവരുടെ വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു മാറ്റം ആവശ്യമാണ്. ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാവ് പാലക്കാടിന് ജയിച്ചു വരണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം എന്നാണ് ബിജെപി പറയുന്നത്. ഈ ഒരു ആരോപണത്തെക്കുറിച്ച് തന്നെ ബിജെപി പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് പങ്കെടുത്തിരുന്നത്. അങ്ങനെ ഒരു വലിയൊരു വിജയത്തിലേക്ക് കുതിക്കുന്നു എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായ സമയത്താണ് ശോഭാ സുരേന്ദ്രനെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നത് എന്നാണ് ബിജെപി വിശദീകരിക്കുന്നത്. എന്തു തന്നെയായാലും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് സീറ്റാണ്. ആ സീറ്റിൽ ജയിക്കും എന്ന് തന്നെയാണ് ബിജെപി പറയുന്നത്. അതിന് അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇന്ന് കേരളത്തിൽ മുഴുവൻ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് എന്നുള്ളത് കുറേയൊക്കെ സത്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഭരണവിരുദ്ധ വികാരം പല സ്ഥലത്തും കോൺഗ്രസിന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പാലക്കാടെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ബിജെപിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷേ ബിജെപിക്ക് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വോട്ട് കുറയുന്നത് 3 പഞ്ചായത്തുകളിലെ, അത് മാത്തൂർ, കണ്ണാടി, പിരായിരി, ഈ പഞ്ചായത്തുകളിൽ ബിജെപിക്ക് പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിൽ കിട്ടുന്ന ഒരു ലീഡ് ഈ പഞ്ചായത്തുകളിൽ അവർക്കത് ലഭിക്കാത്തത് കൊണ്ടാണ് അവർ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ തന്നെ വ്യക്തമാവുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ 3 പഞ്ചായത്തുകളിലും അവർ ശക്തിയായിട്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. അവർ വലിയ തോതിൽ അവിടെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. വലിയ തോതിൽ അവർക്ക് അവിടെ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കറിയാം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മുൻ തെരഞ്ഞെടുപ്പുകളിലും നല്ല പ്രകടനമാണ് അവർ പാലക്കാട് നടത്തിയത്. 40,000-ലധികം വോട്ട് അവർ പിടിച്ചിരുന്നു. കഴിഞ്ഞ തവണ മാത്രമാണ് 2021 ബിജെപി 50 കടന്നത്. അന്ന് ശ്രീധരനായിരുന്നു, ടെക്നോക്രാറ്റ് ശ്രീധരനായിരുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥി. അന്ന് 3000 വോട്ടിനാണ് ഷാഫി പറമ്പിൽ ശ്രീധരനെ തോൽപ്പിച്ചത്. തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 40,000-ലധികം വോട്ട് ശോഭാ സുരേന്ദ്രന് നേടാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് MLA വടകരയിൽ നിന്ന് മത്സരിച്ച് MP ആയ ആ ഒഴിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ 58,000 വോട്ടാണ് കിട്ടിയത്. ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൃഷ്ണകുമാറായിരുന്നു, ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അദ്ദേഹം ഇപ്പോൾ മലമ്പുഴയിലാണ് മത്സരിക്കുന്നത്. കൃഷ്ണകുമാറിന് 39,000-ലധികം വോട്ടാണ് കിട്ടിയത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 40,000 വോട്ട് ബിജെപിയുടെ ഫിക്സഡ് വോട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതേസമയത്ത് തന്നെ ബിജെപിക്ക് നഗരത്തിൽ നല്ല സ്വാധീനമുണ്ട്. ഇപ്പോഴും പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബിജെപിയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 1996-ലും 2006-ലും ഒക്കെ CPM ആണ് പാലക്കാട് ജയിച്ചത്. പക്ഷെ ഇപ്പം CPM പാലക്കാട് 3-ാം സ്ഥാനത്താണുള്ളത്. പാലക്കാട് കോൺഗ്രസിന്റെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകം ന്യൂനപക്ഷ വോട്ടുകളാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു പാർട്ടിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മുന്നണിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് പാലക്കാട് കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്നത്. ഈ വോട്ടുകൾ ഇത്തവണ സ്പ്ലിറ്റ് ആവും, അല്ലെങ്കിൽ ഈ വോട്ടുകൾ 2 മുന്നണിക്കായിട്ട് വീതിച്ചു പോകും എന്നുള്ളതാണ് ബിജെപി കണക്ക് കൂട്ടുന്നത്. കാരണം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് NMR റസാഖ്, CPMന്റെ LDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം മുസ്ലിം വ്യവസായിയാണ്. അദ്ദേഹത്തിന് നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബിജെപി കണക്ക് കൂട്ടുന്നത്. ഒരു 5,000-6,000 മുസ്ലിം വോട്ടുകളെങ്കിലും LDF സ്ഥാനാർത്ഥി പിടിക്കുകയാണെങ്കിൽ, അതായത് LDFന്റെ വോട്ട് ഒരു 38,000-ൽ നിന്ന് അല്ലെങ്കിൽ 37,000 ഒരു 45,000-ലേക്ക് ഉയരുകയാണെങ്കിൽ, കാരണം വളരെ വിജയപ്രതീക്ഷയോടുകൂടിയാണ് LDF ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിക്കപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള നിരവധി കേസുകൾ, ലൈംഗികാതിക്രമ കേസുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ UDFന്റെ പ്രതിച്ഛായ ആകെ തകർത്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സിനിമാ നടനെ അവർ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ
ആ സമയത്തും LDF എങ്ങനെയെങ്കിലും ഈ സീറ്റ് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മുമ്പ് TK നൗഷാദ് എന്ന മുസ്ലിം സ്ഥാനാർത്ഥി നടന്ന സമയത്ത് പാലക്കാട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഇത്തവണയും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി പാലക്കാട് പിടിച്ചെടുക്കാനാണ് LDF ശ്രമിച്ചത്. പക്ഷെ LDFന് എത്രത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നുള്ളത് ഒരു സംശയകരമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടാകെ ന്യൂനപക്ഷ വോട്ടുകൾ നല്ലൊരു ശതമാനം LDFന് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ പൂർണ്ണമായും ന്യൂനപക്ഷ വോട്ടുകൾ UDF ഭാഗത്തേക്കാണ് പോയത്. പക്ഷേ പാലക്കാട് ചെറിയ തോതിലെങ്കിലും, കാരണം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ചെറിയ തോതിലെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ ആർജിക്കാൻ അല്ലെങ്കിൽ ശേഖരിക്കാനാണ് CPM ശ്രമിച്ചത്. അവർ എത്രത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുന്നുവോ അതിൻ്റെയൊക്കെ നേട്ടം ശോഭാ സുരേന്ദ്രനായിരിക്കും കിട്ടാൻ പോകുന്നതെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ട്രാക്ക് റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ പാലക്കാട് നിന്ന് ജയിക്കുമെന്നതിനാണ് BJP വിശ്വസിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനെ പോലെ വാചാലയായ ഒരു നേതാവ് നിയമസഭയിൽ എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അവർക്കെതിരായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ തന്നെ അവരുടെ ഇമേജിനെ ഭയപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ ആരോപണങ്ങളാണ്. ഇപ്പോൾ തന്നെ പാർട്ടി ആരോപിക്കുന്നുണ്ട് ചില കോർ കമ്മിറ്റി യോഗത്തിൽ അവരെ പങ്കെടുപ്പിച്ചില്ല എന്നൊക്കെ. ഇതൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് തന്നെ പാർട്ടി നേതൃത്വം വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ വളരെ ശക്തമായിട്ട് ഒരു BJP സ്ഥാനാർത്ഥി പാലക്കാട് നിന്ന് ജയിച്ചു വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ, അതിൽ കോൺഗ്രസിൻ്റെതാണെങ്കിലും LDFിൻ്റെതാണെങ്കിലും അവരുടെയൊക്കെ സ്വാധീനത്തിലാണ് മാധ്യമ പ്രവർത്തകർ പ്രവർത്തിച്ചത് എന്ന് BJP ആരോപിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് ഒരു വൃദ്ധയായ ഒരു വീട്ടമ്മയെ, ആ വീട്ടമ്മയ്ക്ക് നേരെ മാധ്യമ പ്രവർത്തകരൊക്കെ ഒരു ക്രോസ് ക്വസ്റ്റ്യനിങ് നടത്തുകയായിരുന്നു, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാറ്. ഒരു മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഒരു വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇതൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടിയുള്ള ഒരു കോൺസ്പിറസി ആയിരുന്നു, ഒരു ഗൂഢാലോചനയായിരുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. അപ്പൊ അവരതുകൊണ്ട് സാധാരണ BJP പ്രവർത്തകർ പറയുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർക്ക് പരമാവധി ഇതുവരെ ശേഖരിച്ചതിനേക്കാൾ അധികം വോട്ട് ശേഖരിക്കും. അതോടൊപ്പം തന്നെ BJP പിന്നോക്കം നിന്നിരുന്ന പാലക്കാട്ടെ 3 പഞ്ചായത്തുകളിലും വളരെ കാര്യമായ തോതിൽ വോട്ട് സമാഹരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളിൽ ചെറിയൊരു വിഭാഗം LDF പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ BJPക്ക് നിശ്ചയമായിട്ട് പാലക്കാട് ജയിക്കാൻ കഴിയും. അതുകൊണ്ട് പാലക്കാട് തങ്ങളുടെ വിജയ പട്ടികയിൽ ഒന്നാമതായോ രണ്ടാമതായോ മൂന്നാമതായോ BJP ഉൾപ്പെടുത്തിയിട്ടുള്ള മണ്ഡലമാണ് പാലക്കാട്. മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ പാലക്കാട്ടിൽ നിന്നുള്ള ശോഭാ സുരേന്ദ്രൻ BJPയുടെ MLA ആയി മാറുമെന്നാണ് പാലക്കാട്ടിലെ BJPക്കാർ പ്രതീക്ഷിക്കുന്നത്.